കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും ഒരു വർഷം കൂടെ കടന്ന് പോയിരിക്കുന്നു. ഒരുപിടി വേദനിക്കുന്ന ഓർമ്മകളും കൂടെ അല്പം സന്തോഷ നിമിഷങ്ങളും ഒക്കെ സമ്മാനിച്ച് കടന്നുപോയ വർഷം നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പോയ വർഷം പലരുടെയും ജീവിതത്തിൽ അവസാന വർഷമായിരുന്നു. പലരും നനയാത്ത നേരത്തെ കാലയവനിക്കുള്ളിൽ മറഞ്ഞു. എന്തെല്ലാം കണക്കുകൂട്ടലുകളുമായാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ചത്. അതിൽ പലതും തകർന്നടിഞ്ഞു, ചിലതൊക്കെ സാധ്യമായി. വിജയങ്ങളിലും പരാജയങ്ങളിലും സന്തോഷത്തിലും സന്താപത്തിലും ലഭിച്ച ദൈവത്തിന് കരുതലിനായി ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലിൻ്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ അനുഭവത്തിൽ എഴുതിയതാണ് 34-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇസ്രായേൽ രാജാവായി ദാവീദിന് തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമായിരുന്നു അത്. ഒരു രാജാവിന് ഒരിക്കലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത പല തിക്താനുഭവങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവാൻ പരിശീലനം ലഭിച്ചിരുന്ന ദാവീദ് മനനിയന്ത്രണത്തോടും സന്തോഷത്തോടും കൂടെ അത് സഹിച്ചു. ഫലമോ, ദൈവം അവൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ദാവീദിൻ്റെ രാജ്യത്വം പുനഃസ്ഥാപിച്ചു കൊടുത്തു. ഒരു കഥ ഇങ്ങനെയുണ്ട്. ശത്രുക്കളോട് തോറ്റ ഒരു രാജാവ് രാജ്യവും കൊട്ടാരവും ഉപേക്ഷിച്ച് ഏകനായി ഓടിപ്പോയി. വേഷപ്രജ്ഞനായ അദ്ദേഹം മറ്റു രാജാവിൻ്റെ അംഗരക്ഷകനായി മാറി. ഒരു ദിവസം മഹാരാജാവ് യാത്രയ്ക്കൊരുങ്ങി. പല്ലക്കിലായിരുന്നു എഴുന്നള്ളത്ത്. പല്ലക്ക് ചുമക്കുന്നവരുടെ കൂട്ടത്തിൽ വേഷം മാറിയ പഴയ രാജാവും ഉണ്ടായിരുന്നു. മൂളിയും പാടിയും പല്ലക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അത് വശമല്ലാതിരുന്ന അംഗരക്ഷകൻ തൻ്റെ വിധി വൈപരീത്യം ഓർത്ത് അതിനൊരു കാലം ഇതിനൊരു കാലം എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പല്ലക്ക് ചുമക്കുന്നവരുടെ താളവും മോളലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മഹാരാജാവിന് ഇടയ്ക്ക് കേട്ടുകൊണ്ടിരുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അദ്ദേഹം പല്ലക്ക് ചുമക്കുന്നവരോട് പല്ലക്ക് നിർത്തുവാൻ കൽപ്പിച്ചു. പല്ലക്ക് നിന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ കാലം ഇതിൻ്റെ കാലം എന്ന് പറയുന്ന ആരാണെന്ന് രാജാവ് ചോദിച്ചു. അത് ഞാനാണ്, വേഷപ്രജ്ഞനായ രാജാവ് മറുപടി പറഞ്ഞു. നീ അങ്ങനെ പറയാൻ കാരണം? രാജാവ് ആരാഞ്ഞു. ഞാനും അങ്ങയെപ്പോലെ ഒരു രാജാവാണ്, എന്നാൽ ദുർവിധി എന്നെ അങ്ങയുടെ സേവനാക്കി മാറ്റി. തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചപ്പോൾ രാജാവിൻ്റെ മനസ്സലിഞ്ഞു. ആ രാജാവിൻ്റെ ശത്രുക്കളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി രാജ്യം അദ്ദേഹത്തിന് വീണ്ടെടുത്ത് കൊടുത്തു. നമ്മുടെ ഈ ലോകജീവിതം ദുഃഖസന്തോഷ സമൃദ്ധമാണ്. ഉയർത്താഴ്ചകൾ നിറഞ്ഞതാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാലങ്ങൾ മാറി മറിഞ്ഞു വരും. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസത്താൽ മുന്നേറുക എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. ഭൗതിക നന്മകൾ പലരെയും അഹങ്കാരമുള്ളവരാക്കി തീർക്കുന്നു. മറ്റു ചിലരാകട്ടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നെത്തുന്ന ദുരന്തങ്ങളും ദൗർഭാഗ്യങ്ങളും മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. വേറെ ചിലർ അന്തർമുഖരായി മാറുന്നു. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഉടമസ്ഥാവകാശത്തെ അംഗീകരിക്കുകയും അവിടുത്തെ കരുതലിൽ സ്നേഹത്തെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടി കർത്താവിനെ കാത്തിരിക്കാനായിട്ട് സാധിക്കും. പ്രിയരെ, പ്രതികൂലങ്ങളിൽ പതറിപ്പോകരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. കഴിഞ്ഞ വർഷത്തിൽ ദൈവവേലയെ സ്നേഹിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. ഓർമ്മിക്കുക, ഒരു ജീവിതം അത് വേഗം തീരും. ഇവിടെയെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. ദൈവസേനയിൽ ഏറെ പ്രതിഫലമുള്ളവരായി കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ പുതുവർഷത്തിൽ എന്തൊക്കെയാണ് നമ്മെ കാത്തിരിക്കുന്ന അറിഞ്ഞുകൂടാ. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയം വെച്ച് പുതുവർഷത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാം. പുതുവർഷം അനുഗ്രഹപൂർണമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ.